ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സ്ക്രീനിന്റെ ഒരു ഫോട്ടോ എടുക്കൂ. ഇത് നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും പതിഞ്ഞിരിക്കണം. ഏത് ചാനലും കാണിച്ചില്ലെങ്കിലും നിങ്ങൾ തന്നെ ലോകം മുഴുവൻ കാണിക്കണം. ഓരോ വർഷവും എത്ര ടൺ കാർബൺ ഡയോക്സൈഡ് രക്ഷിക്കാമെന്ന് നോക്കൂ. ഒരു കാറ് പോലും കുറച്ചാൽ ടിവിയിൽ പോകുന്നത് കൊണ്ട് 2.4 ടണ്ണിൽ താഴെ മാത്രമേ രക്ഷിക്കാനാകൂ. വിമാനയാത്ര കുറച്ചാൽ എത്ര രക്ഷിക്കും? പക്ഷേ ആ ആദ്യത്തെ കാര്യമാണ് പ്രധാനപ്പെട്ടത്. ആരാണ് നിങ്ങളോടത് പറഞ്ഞു തരുക? കാരണം നമ്മുടെ സംസ്കാരം തന്നെ ഇതാണ്. വീട് അഥവാ കൂട് അഥവാ മുട്ടകൾ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലർ പറയും, ഇവൻ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയ്ക്കുകയാണ്. സഹോദരമേ, ഇത് ഹിന്ദു മുസ്ലിം വിഷയമല്ല. ഭൂമി തന്നെ നിലനിൽക്കില്ലെങ്കിൽ പിന്നെ മനുഷ്യരുണ്ടാവുമോ? അപ്പോൾ പോകട്ടെ ഹിന്ദു മുസ്ലിം വിവാദങ്ങൾ. ഞാൻ പറയുന്നത് കുട്ടികൾ ഉണ്ടാകരുതെന്നല്ല. എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, 1 fewer child. അതായത് ഒരാളുണ്ടെങ്കിൽ രണ്ടാമൻ ആവശ്യമില്ലല്ലോ ബാബ. നിങ്ങൾ ഒരിക്കൽ സത്യത്തെ കേട്ടാലും സഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്ര ബുദ്ധിമുട്ടുള്ളവരായാൽ അന്ന് എല്ലാ ചാനലുകളും പത്രങ്ങളും പ്രൈം ടൈമിൽ ഇത് കാണിക്കാൻ നിർബന്ധിതരാകും. ഇന്നവർ കാണിക്കുന്നില്ല. കാരണം സാധാരണ ആളുകൾക്ക് സത്യം കാണിച്ചാൽ അവർ ചാനൽ മാറ്റും. കാരണം അവരുടെ സ്വാർത്ഥതയ്ക്കും സൗകര്യത്തിനുമാണ് ഭീഷണി നേരിടേണ്ടി വരിക. ആളുടെ ജീവിതം കള്ളത്തിൽ നടക്കുമ്പോൾ സത്യം അവർക്കായി ആദരിക്കേണ്ട ഒന്നല്ല, ഭീഷണിയാണ്. എന്നാൽ ഉപനിഷത്തുകളും ഗീതയും വീട്ടിലേക്ക് വരുമ്പോൾ സത്യം ആദരിച്ച് സ്വീകരിക്കാൻ യോഗ്യത ഉണർന്നു വരുന്നു. സത്യം ചെറിയ കാര്യമല്ല, വലിയ ഭാരമുള്ളതാണ്. എല്ലാവരും അതിനെ ആദരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മീഡിയ ഈ വിഷയം എന്തുകൊണ്ട് ഉയർത്തുന്നില്ലെന്ന്? ഞാൻ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് അല്ലാത്തതിനാലാണ്. ഞാൻ ഗീത പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞാൻ നിങ്ങൾക്ക് ഗീത പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഈ വാക്കുകൾ കേൾക്കുമായിരുന്നില്ല.